നാഷണൽ ആയുഷ് മിഷന്റെ സഹകരണത്തോടെ പ്രവർത്തിക്കുന്ന തൊടുപുഴ സ്പോർട്സ് ആയുർവേദ റിസർച്ച് സെല്ലിലെ ചികിത്സയ്ക്കായി കായിക താരങ്ങൾ ഇന്ത്യൻ നേവിയിലെ വോളിബോൾ കോച്ച് ഉൾപ്പെടെ 14 ദേശീയ അന്തർദേശീയ കായിക താരങ്ങളാണ് നിലവിൽ സാർക്കിൽ എത്തിയിരിക്കുന്നത്. 2009-2010 കാലഘട്ടത്തിലാണ് തൊടുപുഴയിലെ ജില്ലാ ആയുർവേദ ആശുപത്രിയോട് ചേർന്ന് സാർക്കിന്റെ പ്രവർത്തനം തുടങ്ങിയത്. ഈ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ സ്പോർട്സ് യൂണിറ്റ് എന്ന് പറയുന്നത് എന്നും നമുക്ക് അഭിമാനിക്കത്തക്കത് തന്നെയാണ്. ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും ഇന്റർനാഷണൽ ആൻഡ് നാഷണൽ പ്ലെയേഴ്സ് ഇവിടെ വന്നിട്ട് അഡ്മിറ്റ് ആവുകയും അവർ വർഷങ്ങളായി സീസണലായിട്ടും അല്ലാണ്ടും അവർ എല്ലാ പ്രാവശ്യവും ഇവിടെ വന്ന് കണ്ടിന്യൂസ് ട്രീറ്റ്മെന്റ് എടുത്ത് പോകുന്നതാണ്. കാരണം അത്രത്തോളം വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ഇവിടുത്തെ ട്രീറ്റ്മെന്റ് അവർക്കത് ഫീൽ ചെയ്തിട്ടുള്ളത്. കായിക താരങ്ങൾക്കായി പ്രത്യേക ചികിത്സാ വിധികളാണ് ഇവിടെ നടപ്പാക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലുള്ള കുട്ടികളടക്കം 14 പേര് ഇപ്പോൾ ഇവിടെ ചികിത്സ നേടുന്നുണ്ട്. നമ്മൾ പ്രധാനമായിട്ടും നമ്മളിപ്പോൾ ഇവിടെ നടത്തുന്ന ചികിത്സകൾ ഇവരുടെ സോഫ്റ്റ് ടിഷ്യൂ ഇഞ്ചറി മാനേജ്മെന്റ് അത് കറക്റ്റാക്കുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇവരുടെ എൻഡുറൻസ്, അവരുടെ ആ കപ്പാസിറ്റി കൂട്ടത്തക്ക രീതിയിലുള്ള മസിൽ സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ. നിലവിൽ 14 ദേശീയ അന്തർദേശീയ താരങ്ങൾ ഇവിടെ ചികിത്സയിലുണ്ട്. ഇവിടെ നമ്മുടെ തൊടുപുഴ ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ സ്പോർട്സ് ആയുർവേദ യൂണിറ്റിൽ ഇന്ന് ഇന്ത്യൻ നേവി വോളിബോൾ ടീം കോച്ച് മിസ്റ്റർ രാജേഷ് കുമാർ, ഇന്റർനാഷണൽ പ്ലെയർ കൂടിയാണ് അദ്ദേഹം ഇന്നിവിടെ ട്രീറ്റ്മെന്റിനായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. അതേപോലെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ജിലൂബ് ഉണ്ട്, നാഷണൽ മെഡലിസ്റ്റ് ആണ്, ടഗ് ഓഫ് വാർ പ്ലെയർ ആണ്, ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നതാണ്. അവരുണ്ട്, നമ്മുടെ അഡ്മിറ്റിലുണ്ട്. മികച്ച അനുഭവമാണ് ഇവിടെ ചികിത്സ തേടിയെത്തിയ എല്ലാവർക്കും പറയാനുള്ളത്. And I come to know that there is a SARC Sports Ayurvedic Research Cell, which is scheduled, which is familiar, which has been organized under the National Ayush Mission. Visited here 3 days back, and I met Dr. Meena, Dr. Anupriya, and Dr. Arun. They treated me so well. മാനസികമായിട്ട് ഡൗൺ ആയിട്ട് ഞാൻ വന്ന സമയം വരുന്നത്, അതായത് ഒട്ടും എനിക്ക് കുമ്പിടാൻ പറ്റാത്ത വിധത്തിലായിരുന്നു എൻ്റെ നടുവേദന ഉണ്ടായിരുന്നത്. പക്ഷേ അതെല്ലാം മാറിയിട്ടാണ് ഞാൻ ഇവിടുന്ന് പോയത്. അതിന് വളരെയേറെ സന്തോഷമുണ്ട്. 2-3 പേരെ ഞാനിവിടെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അനുപ്രിയ മാഡം, രോഹിത് സാർ എന്ന് പറയുന്നത് കട്ട സപ്പോർട്ടാണ് നമുക്ക്. അപ്പം അതിൽ തന്നെ ഒത്തിരി സന്തോഷമുണ്ട്. ആയുഷ് മിഷനിൽ നിന്നുള്ള 1 കോടി രൂപ അനുവദിച്ച് ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച കെട്ടിടത്തിലേക്ക് സാർക്കിന്റെ പ്രവർത്തനം മാറ്റണമെന്ന ആവശ്യം ശക്തമാണ്. 5 മാസമായിട്ട് ഇത് പൂട്ടിയിട്ടിരിക്കുക. അപ്പോൾ ഇപ്പോൾ തന്നെ ഒരു 20ഓളം കായിക താരങ്ങൾ നമ്മുടെ ഹോസ്പിറ്റലിലുണ്ട്. അപ്പോൾ ഈ സെന്റർ പെട്ടെന്ന് തുറന്നു കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നെങ്കിൽ നമ്മുടെ രാജ്യത്ത് തന്നെ, സംസ്ഥാനത്തെയും നമ്മുടെ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകൾ തൊടുപുഴ അന്വേഷിച്ചു വരുന്നു. പരിക്കിന്റെ പിടിയിലായ നിരവധി കായിക താരങ്ങളെ ഇതിനോടകം സാർക്കിന്റെ നേതൃത്വത്തിൽ കളിക്കളത്തിലേക്ക് മടക്കിയെത്തിക്കാനായിട്ടുണ്ട്. വരും ദിവസങ്ങളിലും മികച്ച പ്രവർത്തനം തുടരാനാണ് സാർക്കിലെ എല്ലാവരുടെയും ലക്ഷ്യം. ദൂരദർശൻ ന്യൂസ്, ഇടുക്കി.